നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വെഞ്ഞാറമൂട് കൂട്ടക്കൊലയിൽ തെളിവെടുപ്പിന്റെ എല്ലാ ഘട്ടങ്ങളും കഴിഞ്ഞിട്ടുണ്ട്. പോലീസ് ഇനിയിപ്പോൾ കുറ്റപത്രം സമർപ്പിക്കുന്ന നടപടികളിലേക്ക് കടക്കാൻ പോവുകയാണ്. എങ്കിലും ഇപ്പോൾ സംസാരിക്കാനുള്ളത് അഫാൻ എന്ന 23-കാരനെ കുറിച്ചാണ്. അതായത് ഒരു കൊലപാതകം നടത്താൻ കൃത്യമായ പ്ലാനിംഗ് നടത്തിയ അഫാനെ നമ്മൾ കണ്ടു. അതിനൊക്കെ അപ്പുറത്തേക്ക് ചാകാതിരിക്കാൻ, എന്നാൽ ഞാൻ ആത്മഹത്യ ചെയ്തു എന്ന് വരുത്തി തീർക്കാൻ അഫാൻ നടത്തിയ ഒരു പ്ലാനിങ്ങും അത് നമ്മൾ കാണാതെ പോകരുത്. ഈ 5 പേരെ മൃഗീയമായി കൊലപ്പെടുത്താൻ ധൈര്യമുള്ളവന് എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്യാൻ ധൈര്യമില്ല എന്നുള്ള ഒരു ചോദ്യം ശക്തമാണ്. അഫാൻ എലിവിഷം കഴിച്ചു എന്നാണ് പറഞ്ഞത്. അതായത് ആ കൂട്ടക്കൊല നടന്ന ദിവസത്തെ ഒരു കാര്യം വീണ്ടും ഒരു തവണ കൂടി പറയുകയാണ്. കാരണം അവിടെ തൊട്ടേ തുടങ്ങാൻ കഴിഞ്ഞു. അഫാൻ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറയുന്നു, സാറേ, ഞാൻ 6 പേരെ കൊലപ്പെടുത്തി. ഉമ്മ മരിച്ചു എന്ന് ഉള്ള ഉറപ്പിന്മേലാണ് 6 പേരെ കൊലപ്പെടുത്തി എന്ന് പറയുന്നത്. 6 പേരെ ഞാൻ കൊലപ്പെടുത്തി, ഞാൻ എലിവിഷം കഴിച്ചിട്ടുണ്ട് സാറേ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു കൂട്ടം പോലീസുകാർ അഫാനെ മെഡിക്കൽ കോളേജിൽ എത്തിക്കുന്നു. മറ്റൊരു കൂട്ടം പോലീസുകാർ അഫാൻ പറഞ്ഞ വീടുകളിലേക്ക് പരിശോധനയ്ക്ക് പോകുന്നു. അതാണ് ഇതിന്റെ തുടക്കം. പക്ഷേ ഇന്നിപ്പോൾ അഫാന്റെ ആന്തരികാവയവങ്ങളുടെ രാസപരിശോധന റിപ്പോർട്ട് വന്നപ്പോൾ ഞെട്ടുകയാണ്. കാരണം ചെറിയ ഒരളവിൽ, ഒരു പൊട്ടിന്റെയും പൊടിയുടെയും അത്ര അളവിലാണ് അഫാന്റെ, പൊട്ടും പൊടിയുമെന്ന് പോലും പറയാൻ കഴിയില്ല, വളരെ കുറച്ചാണ് അഫാന്റെ ഉള്ളിൽ എലിവിഷം ചെന്നിരിക്കുന്നത്. ആത്മഹത്യ ചെയ്യാൻ തുനിഞ്ഞിറങ്ങുന്ന ഒരാൾ അത്ര ചെറിയ ഒരു അളവിലാണോ എലിവിഷം അല്ലെങ്കിൽ എന്ത് വിഷമാണെങ്കിലും ആയിക്കോട്ടെ കഴിക്കുന്നത്? ഇതിനു മുമ്പ് ഇതിനേക്കാൾ കൂടുതൽ അളവിൽ കഴിച്ച് ആശുപത്രിയിലായിട്ടുണ്ട് ഇതിനു മുമ്പ്. അപ്പൊ അവനറിയാം അത്ര കഴിച്ചാൽ പോലും അപകടമൊന്നും സംഭവിക്കില്ല എന്നറിയാം. അപ്പൊ അതുകൊണ്ട് ഇത് കഴിക്കുമ്പോ അവനറിയാം ഇത് വെറും കേസിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് അവൻ 6 പേരെ കൊന്ന് സ്വയം ജീവനൊടുക്കാൻ ശ്രമിച്ചതാണ്. അങ്ങനെ ഒരു പുകമറ സൃഷ്ടിക്കുക. എന്നിട്ട് അവൻ നിർഭാഗ്യവശാൽ അവൻ മരിച്ചില്ല. എന്നിട്ട് അവൻ കോടതിയിലല്ല പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഫസ്റ്റ് ഡേ ഒക്കെ കയറിയപ്പോ പറഞ്ഞിരുന്നില്ലേ, എനിക്ക് ചാകണം, ഞാൻ ചാവും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നമായിരുന്നു. ഇവന് ചാവണം എന്നൊന്നും ഇല്ല. കാരണം ചാവണം എന്നുള്ളവൻ പിന്നെ പൊറോട്ടയും ബീഫും ചോദിക്കില്ലല്ലോ. അല്ല, ഈ ചാകാൻ തുനിഞ്ഞിറങ്ങുന്ന ഒരുത്തൻ ഈ കഴിക്കാൻ പോകുന്ന എലിവിഷത്തിന്റെ അളവ് നോക്കില്ലല്ലോ, കൈ കിട്ടുന്നെടുത്ത് എടുത്ത് കഴിക്കല്ലേ ചെയ്യാ എന്നുള്ള ഒരു, അതും കൊന്നത് മുഴുവനും ഉമ്മ ഉൾപ്പെടെയുള്ള അവന്റെ മനസ്സിൽ ഉമ്മ ഉൾപ്പെടെ, അവന്റെ കാമുകി ഉൾപ്പെടെ, അവനെ ഏറ്റവും സ്നേഹിച്ച അനുജൻ ഉൾപ്പെടെ ഉള്ള 6 പേരെ അവൻ കൊന്നിട്ടുണ്ട്. അപ്പൊ ഇനി എനിക്ക് ജീവിക്കണ്ട എന്നാണെങ്കിൽ വളരെ ശീതളപാനീയത്തില് വളരെ കുറച്ചു മാത്രം കലക്കി അവന് ഒരു ടേസ്റ്റ് ഒന്നും വ്യത്യാസം അറിയാത്ത വിധത്തിൽ കുറച്ച് എന്തോ കഴിക്കുക, അതിന്റെ മേലെ ഇതും കഴിച്ചിട്ട് വന്ന് പറഞ്ഞു ഞാൻ കഴിച്ചിട്ടുണ്ട്. കാരണം അവന് വേറെ ഒരു പ്രശ്നവും, ഒരു പാക്കറ്റ് ടെലിവിഷനാണ് അഫാൻ വാങ്ങിയത്. അതിൽ ഒരു ശകലം മാത്രമാണ് കഴിച്ചിട്ടുള്ളൂ. നമുക്കറിയാം, പോലീസ് സ്റ്റേഷനിൽ ചെന്നതിന് ശേഷമുള്ള അഫാന്റെ ചിത്രങ്ങൾ നമ്മൾ എത്രയോ പുറത്ത് കണ്ടതാണ്. അതായത് ഭിത്തിയിൽ ചാരി നിൽക്കുന്ന, ചുവരിന്മേൽ ചാരി നിൽക്കുന്ന അഫാന്റെ ചിത്രങ്ങൾ നമ്മൾ കണ്ടിരുന്നു പോലീസ് സ്റ്റേഷനിൽ വെച്ചുള്ളത്. അത് കഴിഞ്ഞ് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുമ്പോൾ സ്ട്രെച്ചറിൽ കിടത്തി കൊണ്ടുപോകുന്ന ഒരു ഫോട്ടോ നമ്മൾ, ആ വീഡിയോ നമ്മൾ കണ്ടതാണ്. അതിലൊന്നും ഒരു പ്രശ്നങ്ങളും ഇല്ലാത്ത ഒരു അഫാനെ നമ്മൾ കണ്ടു. കാരണം എലിവിഷം ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ കാര്യം ശരിയാണ്, ആദ്യത്തെ ദിവസം അല്ലെങ്കിൽ അപ്പോൾ തന്നെ ഒന്നും അപകടങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഭയങ്കരമായിട്ട് തലവേദന ഉണ്ടായിരിക്കും, ഛർദിലുണ്ടായിരിക്കും, പിന്നെ അങ്ങനെ മറ്റൊരു കാര്യങ്ങൾ കൂട്ടി യോജിപ്പിച്ച് പറയാനുള്ള കഴിവില്ലായ്മ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇതൊന്നും അവനുണ്ടായിട്ടില്ല. അതിനുശേഷമാണ് പതുക്കെ നമ്മുടെ മറ്റു അവയവങ്ങളിലേക്ക് ഇത് ബാധിക്കുക. യെല്ലോ ഫോസ്ഫറസ് എന്നാണ് ഇതിനെ പറയുന്നത്. അപ്പൊ നമ്മുടെ ഫോറിൻ രാഷ്ട്രങ്ങളിലൊക്കെ എലിവിഷത്തിന് വേറെയാണ് എടുക്കുന്നത്. അതിനേക്കാൾ മനുഷ്യന് അപകടകാരിയായിട്ടുള്ളത് യെല്ലോ ഫോസ്ഫറസ് ആണ്. ഇത് അബദ്ധത്തിൽ പോലും കഴിച്ചു കഴിഞ്ഞാൽ അപകടം സംഭവിക്കും. അതാണ് നമ്മളൊരു കുട്ടി ടൂത്ത് പേസ്റ്റിന് പകരം തെറ്റിയിട്ട് ഇത് കഴിച്ച കുട്ടിക്ക് അപകടം സംഭവിച്ചിട്ടുണ്ട്. പട്ടിക്കൂടിന്റെ മുകളിൽ എലിവിഷൻ വെച്ചിട്ട് അത് കഴിച്ച കുട്ടിക്ക് അപകടം പറ്റിയിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ കഴിച്ചിട്ട് അപകടം പറ്റുന്നത് നമ്മൾ ഒരുപാട് തവണ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ അടുത്തിടെ ചെന്നൈയിൽ ഒരു വാർത്ത ഉണ്ടായിരുന്നു. അതായത് എലിവിഷം ഇരുന്ന റൂമിൽ AC ഇട്ടിട്ട് കിടന്നുറങ്ങിയ 2 കുട്ടികൾ മരിച്ചുപോയി. അവരത് കഴിച്ചിട്ട് പോലുമില്ല. അപ്പോൾ അത്ര ഗുരുതരമാണ് എലിവിഷം കഴിച്ചാൽ ഉണ്ടാകുന്ന ഒരു അപകടം. പക്ഷെ രാസപരിശോധന ഫലം വന്നു കഴിഞ്ഞപ്പോ അഫാന്റെ ആന്തരികാവയവങ്ങൾക്ക് ഒരു കേടും പറ്റിയിട്ടില്ല. അപ്പൊ സാധാരണ എലിവിഷം ആത്മഹത്യ ചെയ്യാനായിട്ടാണ് കഴിക്കണമെന്നുണ്ടെങ്കിൽ ലിവർ, കിഡ്നി എല്ലാം തന്നെ, ഹാർട്ട്, സെൻട്രൽ നെർവ് സിസ്റ്റം, ഇവയ്ക്കൊക്കെ കേടുപാടുകൾ സംഭവിക്കേണ്ട സമയമാണ്. ഇത് ഏതെങ്കിലും ഒന്നിനെ പോലും എഫക്ട് ചെയ്തിട്ടില്ല. അപ്പൊ വളരെ ചെറിയ അളവിൽ
അത് എലി കഴിച്ചാൽ പോലും മരിക്കില്ല. അത്ര ചെറിയ അളവിൽ മാത്രമാണ് അഫാൻ അത് കഴിച്ചിട്ടുള്ളത്. അപ്പൊ അഫാൻ അറിയാം അഫാൻ മരിക്കില്ല, അഫാൻ മരിക്കാൻ ഉദ്ദേശവും. പിന്നെ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇവൻ വിചാരിച്ചത് ഇവനെതിരെ ചുമത്താൻ പോകുന്ന കുറ്റം ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നുള്ള കുറ്റം മാത്രമേ ഉണ്ടാകുള്ളൂ. ബാക്കിയെല്ലാം കാരണം അവന്റെ അപ്പോഴത്തെ മാനസിക നില അങ്ങനെ ആയതുകൊണ്ട് ചെയ്തു പോയതാണ്. പിന്നീട് പശ്ചാത്തപിച്ചാൽ മതിയല്ലോ. അതെ, തന്നെയല്ല നമ്മൾ കണ്ടതാണ് മെഡിക്കൽ കോളേജിലെ സെല്ലിൽ അഫാനെ കയ്യും കാലും ഒക്കെ കെട്ടിയിട്ടാണ് ചികിത്സ നടത്തിയ സംഭവങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞതാണ്. ആ സമയത്തൊക്കെ മാനസിക നില തകരാറിലാണ് എന്ന് കാണിക്കാനുള്ള ഒരു നീക്കം അഫാനിൽ ഉണ്ടായിരുന്നു. അതായത് കോടതിക്ക് മുൻപിൽ ചെല്ലുമ്പോൾ മാനസിക ബുദ്ധിമുട്ടുള്ള ആളാണെങ്കിൽ വകുപ്പ് മാറുകയാണ്. അതുകൊണ്ടാണ് സൈക്കോളജിസ്റ്റ് ഇവനെ ചികിത്സിച്ചത്. പക്ഷെ അത് അടപടലം പൊളിഞ്ഞുപോയി. കാരണം മാനസിക രോഗ വിദഗ്ധൻ ഇവന് ഒരു കുഴപ്പവുമില്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയാം, ഇപ്പൊ ഇവൻ ഇതിനു മുൻപ് ആത്മഹത്യ നടത്താനും ഒക്കെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ടുള്ള ആളാണ് അഫാൻ. അപ്പോൾ കൃത്യമായും ഒരാളെ കൊലപ്പെടുത്തിയാൽ രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് അവന് കൃത്യമായി അറിയാം. അപ്പോൾ ഒരാളെ കൊന്നാൽ എന്തൊക്കെ ശിക്ഷ കിട്ടും എന്നുള്ളതിനെ കുറിച്ചും കൃത്യമായി അവൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടുണ്ടാകും. അപ്പൊ അവൻ പറയുന്നത് ഇപ്പൊ ഇത്രയും പേരെ കൊന്നാൽ, ഒരാളെ കൊന്നാലും 5 പേരെ കൊന്നാലും ശിക്ഷ ഒന്ന് തന്നെയാണ്. അപ്പോൾ പിന്നെ കിട്ടാൻ പോകുന്നത് 12 വർഷത്തെ ശിക്ഷയാണ്. എന്തായാലും ഇവന് ഇത്ര ചെറുപ്പം ആയതുകൊണ്ട് തൂക്കുകയറുന്നൊക്കെ രക്ഷപ്പെട്ടു പോരാൻ പറ്റുമെന്ന് ഉറപ്പാണ്. അല്ല, ഈ തൂക്കുകയർ ഉൾപ്പെടെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആയിരിക്കാം ഇത്തരത്തിലുള്ള നീക്കങ്ങൾ. അപ്പൊ ഈ 12 കൊല്ലത്തെ ശിക്ഷയിൽ തന്നെ ഇളവ് കിട്ടും. പിന്നെ ജയിലിൽ കുറച്ച് നല്ല നടപ്പും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവന്റെ അബദ്ധം പ്രകാരം പറ്റിയതാണ് എന്നുള്ളതും ഇവനും ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു എന്നുള്ളതൊക്കെ ആവുമ്പോൾ ഒരു കൂട്ടക്കൊലപാതകം നടത്തിയാലും രക്ഷപ്പെടാം എന്നുള്ള തോന്നലിൽ തന്നെയാണ് ഇത്രയും ചെയ്തിട്ടുള്ളത്. കാരണം അതെല്ലാം ശിക്ഷ എങ്ങനെയെല്ലാം കിട്ടുമെന്നെല്ലാം ഗൂഗിളിൽ കിട്ടൂല. ഗൂഗിളിൽ കിട്ടാത്ത ഒന്നുമില്ല. കാരണം അന്ന് രാവിലെ കുടുംബം മൊത്തം ഇരുന്നിട്ട് എങ്ങനെയാണ് ആത്മഹത്യ ചെയ്യേണ്ടത് നോക്കിയിരുന്നു. അതിൽ ആ ഒരു പോയിന്റ് പ്രധാനപ്പെട്ടതാണ്. പോലീസ് ഇപ്പോൾ അതിൽ അന്വേഷണം നടത്തുന്നുണ്ട്. അതായത് അഫാൻ പറഞ്ഞത്, ഉമ്മ പറഞ്ഞതനുസരിച്ച് ആത്മഹത്യ ചെയ്യുന്നതിനെ കുറിച്ച് ഫോണിൽ സെർച്ച് ചെയ്തിരുന്നു എന്നാണ്. അപ്പോൾ ഉമ്മയ്ക്ക് ഞാൻ ഈ വീഡിയോ ഒക്കെ കാണിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു എന്നും പറയുന്നുണ്ട്. പക്ഷെ പോലീസ് ഇപ്പോൾ സംശയിക്കുന്നത് ഇത് ഉമ്മ പറഞ്ഞിട്ടാണോ അതോ അഫാൻ തന്നെയാണോ എന്നുള്ളതിൽ ഒരു ക്ലാരിഫിക്കേഷൻ വരേണ്ടതുണ്ട്. അതുകൊണ്ട് പോലീസ് ആ വഴിക്ക് അതിലൊരു ക്ലാരിഫിക്കേഷൻ വരണമെങ്കിൽ ഈ പറയുന്നത് പോലെ തന്നെ ഷെമിക്ക് മൊഴി കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം. അപ്പോൾ ഇപ്പോഴും കഴിഞ്ഞ ദിവസം ഷെമിയെ പരിശോധനയ്ക്ക് വേണ്ടി കൊണ്ടുപോയിരുന്നു. എന്നിട്ടും ഒരു 2-3 ദിവസത്തെ താമസം, 2-3 ദിവസം കൂടെ കഴിഞ്ഞിട്ട് അവരെ ചോദ്യം ചെയ്യാമെന്നുള്ള രീതിയിലേക്കാണ് പോലീസ്. ഷെമിക്ക് ഒരു പ്രശ്നമുണ്ട്. ഷെമി ആദ്യം ഈ അപകടം സംഭവിച്ച ഇത്ര ദിവസവും, ഇപ്പോ 8-10 ദിവസമായി, ഈ ദിവസം വരെയും പറഞ്ഞിരുന്നത് ഞാൻ കട്ടിൽ നിന്ന് വീണു എന്നാണ്. അവസാനം ഇപ്പോ ഒരു പോയിന്റ് എടുത്ത് മുന്നിലേക്ക് വെച്ചിട്ടുണ്ട്. ഉമ്മ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് എന്റെ കുട്ടി എന്നെ കഴുത്തില് ഷോൾ ഇട്ട് വലിച്ചു എന്ന് പറയുന്നുണ്ട്. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചോദിച്ചാലും ഇതേ പറയുന്നുള്ളൂ. പിന്നെ അപ്പുറത്തേക്ക് ഒരു വാക്ക് പറയുന്നില്ല. ഇനി ഇതൊന്നും മാറണമെങ്കിൽ വീണ്ടും പോലീസിന് 10 ദിവസം കാത്തിരിക്കണം എന്നുള്ള അവസ്ഥയാണ്. അപ്പോൾ ഷെമി എന്തിനാണ് ഇവരൊരു കൂട്ടാത്മഹത്യക്ക് ശ്രമിച്ചത്? അപ്പോ അതുകൊണ്ട് കൂടി ആയിരിക്കാം ഇപ്പൊ ഇളയ കുട്ടി മരിച്ചു എന്നുള്ള സങ്കടം, അവൻ പോയല്ലോ എന്ന് പറഞ്ഞ് കരയുന്നുണ്ട് എന്നുള്ളത് സത്യമാണെങ്കിൽ പോലും എല്ലാവരെയും കൊല്ലാൻ അവര് തീരുമാനിച്ചത് തന്നെയാണ്. ഒന്നെങ്കിൽ ചാകുക, ഒന്നെങ്കിൽ ആത്മഹത്യ. അപ്പോ മകൻ അത് എളുപ്പമാക്കി തരാൻ ശ്രമിച്ചു എന്നുള്ള മട്ടിലാണ് അവരിപ്പോ, ഞങ്ങൾ എല്ലാവരും മരിക്കാൻ തീരുമാനിച്ചതാണ്, പിന്നെ ആത്മഹത്യ ചെയ്യാൻ പേടിയായത് കാരണം മകൻ ഇത് ചെയ്തു തന്നു. കാരണം ഉമ്മ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് കയറ് മുറുക്കിയതിന് ഇവർക്ക് യാതൊരു വിഷമവും ഇല്ല, അല്ലെങ്കിൽ അതുകൊണ്ട് അവനോട് ദേഷ്യമില്ല. അതുകൊണ്ടാണ് അവനെ ഇത്ര ദിവസം സംരക്ഷിച്ചത്. കാരണം അമ്മ ഷെമി ഇപ്പോഴും ഉദ്ദേശിക്കുന്നത് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ച കുടുംബം, പിന്നെ ചത്താൽ ഏത് രീതിയിലായാലും. അപ്പൊ പിന്നെ അമ്മയെ സംബന്ധിച്ചിടത്തോളം മരിക്കാൻ വയ്യാത്തത് കൊണ്ട്, ആത്മഹത്യ ചെയ്യാനുള്ള ധൈര്യം ഇല്ലാത്തത് കൊണ്ട് എന്തെങ്കിലും ഇവർ സംസാരിച്ചിരുന്നോ എന്നറിയില്ല. അപ്പൊ ഉമ്മ എന്നോട് ക്ഷമിക്കണം എന്നപ്പോ ക്ഷമിച്ചു മോനെ എന്ന് പറഞ്ഞ ആ കോണ്ടസ്റ്റിലാണ്. കാരണം ഞാൻ കൊല്ലാൻ പോവുകയാണ്, എന്നോട് അമ്മ ക്ഷമിക്കണം. അപ്പൊ ഷെമി പറയുന്നു ഞാൻ ക്ഷമിച്ചു മോനെ. പക്ഷെ ഇവൻ ഇത്രയും പക്കാ ക്രിമിനലാണ്, ഫ്രോഡാണെന്ന് അവര് മനസ്സിലാക്കിയിട്ടില്ല. കാരണം ഇവരെല്ലാം കൊന്ന് ഒരിക്കലും ഇവൻ സ്വയം ജീവിക്കാൻ നോക്കുമെന്നുള്ളത് അവർ അറിഞ്ഞില്ല. ഇവനും മരിക്കുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടുകൂടിയാണ് ഷെമി പിന്നെ ഒരു അക്ഷരം പറയുന്നില്ല. ഇനി ഷെമി പറയാൻ പോകുന്നത് ഷെമിയും ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു,
എനിക്ക് പേടിയായതുകൊണ്ട് ഞാൻ ചെയ്തില്ല. മകൻ അത് ചെയ്ത് സഹായിച്ചു. അപ്പോഴും മറ്റൊരു കാര്യം കൂടി അവിടെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ബാക്കിയുള്ളവരെ കൊലപ്പെടുത്തുന്നതിനും ക്ഷമി കൂട്ടുനിന്നോ എന്നുള്ളതാണ്. ഇവർ കുടുംബത്തോടെ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുന്നത് ശരിയാണ്. അപ്പോൾ ഫർസാന, ലത്തീഫ്, സാജിദ അവരുടെ കാര്യത്തിൽ എന്താണ് മറുപടി ഇവർക്ക് പറയാനുള്ളത്? ഇന്നിപ്പോൾ ഷെമി തന്നെ പറഞ്ഞിട്ടുണ്ട് ഫർസാനയുടെ അമ്മയെ കാണണം, സംസാരിക്കണം എന്നൊക്കെ അവർ തന്നെ പറയുന്നുണ്ട്. ലത്തീഫ്, സാജിദയൊക്കെ കൊല്ലാൻ ഇവര് പ്ലാൻ ഇട്ടിട്ടുണ്ടായിരിക്കും. നമുക്ക് അതിലൊന്നും ഒരു പ്രൂഫ്. കാരണം അല്ലെങ്കിൽ പിന്നെ ഇതിനെ അഫാൻ പോയിട്ട് ഇവര് ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടേ ഉള്ളൂ എങ്കിൽ ഇവരോടൊക്കെ അന്ന് നമ്മള് ഈ മരിച്ച ദിവസം 50,000 രൂപ ഇവര് ചോദിച്ചിരുന്നു. അച്ഛന്റെ സഹോദരന്റെ ഭാര്യയും സഹോദരിയും ചോദിച്ചിരുന്നു. അതിന് ഭയങ്കര ദേഷ്യം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതാണ് അവനെ ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന് ഷെമി തന്നെ മൊഴി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരോട് ഭയങ്കര ദേഷ്യം അഫാന് മാത്രമല്ല ഷെമിക്കും ഉണ്ടാവുമല്ലോ. അല്ല, കാരണം കൊലപ്പെടുത്താൻ മകൻ പോയി അവരെ കൊലപ്പെടുത്തു എന്ന് ഏതെങ്കിലും ഒരു അമ്മമാര് പറയുമ്പോ കൊലപ്പെടുത്താൻ പറയില്ല, പക്ഷെ അവരോടും വളരെ ദേഷ്യം ഇവർക്കുണ്ടായിരുന്നു. ഇവരെല്ലാവരും ഉണ്ടായിട്ടും ഈ ഉമ്മുമ്മ ഉൾപ്പെടെയുള്ളവരുണ്ടായിട്ടും ഇത്രയധികം കടം ഞങ്ങൾക്ക് വന്നല്ലോ. ഇതിലൊരു വശം കൂടി നമ്മളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. കാരണം ഈ ഷെമി മക്കളോട് പറഞ്ഞു കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ മക്കളെ നടത്തിയ ഒരു രീതി അതൊട്ടും ശരിയല്ല എന്നുള്ളതാണ്. കാരണം ബന്ധുക്കളെ എല്ലാം ശത്രുക്കളെ പോലെ കാണാൻ അവര് പഠിപ്പിച്ചു. അതാണ് ഒരു വലിയ പ്രശ്നം. അതായത് ഇവർ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ ഞങ്ങൾ കുടുംബത്തോടെ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ റഹീം ആ കുടുംബത്തിന് പുറത്തുള്ള ആളാണോ? അതൊരു ചോദ്യമാണ്. ഇവര് അമ്മയും മക്കളുമാണ് തീരുമാനിക്കുന്നത്. അപ്പൊ മക്കളോട് അമ്മ തീർച്ചയായിട്ടും പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കാം. മക്കളെ ഇവരെല്ലാവരും ഉണ്ടായിട്ടും നമ്മളെ സഹായിക്കുന്നില്ല, അച്ഛൻ അതിനുള്ള കഴിവില്ല, അച്ഛന്റെ വീട്ടുകാരെല്ലാവരും നല്ല പൈസക്കാരാണ്, പക്ഷെ നമ്മളെ സഹായിക്കുന്നില്ല. അപ്പൊ അന്ന് രാവിലെയാണ് മാത്രമല്ല നമ്മളെ പരിഹസിക്കുന്നു. ഒരുപാട് പരിഹസിക്കുന്നു. അപ്പൊ ഇവനൊന്നും ഒരു ജോലിയില്ല, 23 വയസ്സായി, ഒരു ജോലിക്കും പോകുന്നില്ല. പക്ഷെ ആരായാലും ദേഷ്യപ്പെടാവുന്ന സാഹചര്യം തന്നെയാണ്. ഒരു ജോലിക്കും പോകാതിരിക്കുക, പഠിക്കാൻ പോകാതിരിക്കുക. പക്ഷെ ഒരുപാട് ദൂരത്തിന് ഒരു കുറവുമില്ല. അപ്പൊ തീർച്ചയായിട്ടും ബന്ധുക്കൾ എല്ലാവരും ചോദിക്കും, നീ എന്താ ഇങ്ങനെ ചോദിക്കും. ഷെമിയോട് ചോദിക്കാൻ പലതവണ ചോദിച്ചിരുന്നു, നിനക്ക് ജോലിക്ക് പോയിട്ട് നിന്റെ ഉപ്പയെ സഹായിച്ചുകൂടെ എന്നുള്ളൊരു ചോദ്യം ചോദിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ വലിയ ഇതെല്ലാം ഇവര് ഭയങ്കര ദേഷ്യമായിട്ടാണ് കാണുന്നത്. അപ്പൊ ഈ ഉമ്മയും മക്കളും ഒരുമിച്ച് തന്നെ ഈ ഉപ്പായോടും ഉപ്പായുടെ ബന്ധുക്കളോടും ഒരു ദേഷ്യം ഇവരുടെ മനസ്സിൽ കുത്തിവെക്കാൻ ഷെമിക്ക് അറിഞ്ഞോ അറിയാതെയോ ഷെമി അത് ചെയ്തു പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെയാണ് നമ്മൾ പറയുന്നത് സമൂഹത്തിൽ ഒരുപാട് ഷെമിമാരുണ്ടെന്ന് നമ്മൾ പറയില്ലേ. പല വീടുകളിലും നമ്മൾ കണ്ടിട്ടുള്ള അത്തരത്തിലുള്ള ഒരു സമീപനം നിന്റെ അച്ഛന്റെ വീട്ടുകാർ നമുക്ക് എന്താ തരുന്നത്, അത്തരത്തിലുള്ള ചില വർത്തമാനം. എന്തിനാണ് ഈ പല്ലവരും തരുന്നത് നോക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ വരുത്തി വെക്കുന്ന ബാധ്യതകൾക്ക് അത് മറ്റുള്ളവരെ അതിൽ പഴിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. ഈ പറയുന്ന ഈ ലത്തീഫും അതുപോലെ തന്നെ റഹീമിന്റെ മാതാവും ഒക്കെ ഇവരെ സഹായിച്ചിരുന്നു. ഒരു പരിധി വരെയൊക്കെ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ സഹായിച്ചിട്ടുണ്ട്. കാരണം ആ വീട് ഉമ്മ പറഞ്ഞ അഫാൻ എഴുതി കൊടുക്കാവുന്നതാണ്. അപ്പൊ അത് ഇപ്പൊ തന്നെ കിട്ടിയില്ല എന്നുള്ളതാണ് പ്രശ്നം. കാരണം ഉമ്മയ്ക്ക് അറിയാവുന്നതായിട്ട് എന്തുകൊണ്ട് അത് എഴുതി തന്നില്ല. അതെ, ഇപ്പൊ എഴുതി കൊടുത്താൽ അവരത് വിറ്റുപോകും, വിറ്റ് നശിപ്പിക്കും എന്നുള്ളത് കൊണ്ടാണ് കൊടുക്കാതിരുന്നത്. അപ്പോഴും അവര് പേരക്കുട്ടികൾക്ക് ഒരു പ്രായമാകുമ്പോൾ അവർക്കൊരു സഹായമാവട്ടെ എന്നാണ് ആ ഉമ്മ വിചാരിച്ചിട്ടുണ്ടായിരിക്കുക. അല്ലെങ്കിൽ എല്ലാവരും പറയണ്ടായിരിക്കും ഇപ്പൊ അവർക്ക് കൊടുത്താൽ ഭയങ്കര ദൂർത്താണ്, അത് നശിപ്പിച്ചു കളയും എന്നുള്ള മുൻകരുതലായിരിക്കാം ഉണ്ടായിരുന്നിരിക്കുക. അതിപ്പോ നമുക്ക് അവരോട് ചോദിക്കാൻ അവരിപ്പോ ജീവിച്ചിരിക്കുന്നില്ല. അപ്പൊ എന്തായാലും എനിക്ക് തോന്നുന്നത് ഈ കുട്ടികളുടെ മനസ്സിൽ അവസാനം എന്താണ് എന്നുള്ളത് നമുക്കിപ്പോ അറിയാൻ പറ്റില്ല. അപ്പൊ കുട്ടികളുടെ മനസ്സിൽ ഒരു എല്ലാവരോടുമുള്ളൊരു പക വളർത്തിയെടുക്കാൻ ഉള്ളൊരു ബോധപൂർവമായതോ അബോധപൂർവമായോ ഒരു ശ്രമം, അല്ലെങ്കിൽ അവരുടെ സംസാരത്തിൽ അവർ അങ്ങനെ വന്നു, അല്ലെങ്കിൽ ഷെമി തന്നെ അങ്ങനെ കരുതി മറ്റുള്ളവരെല്ലാം ഭർത്താവിന്റെ വീട്ടുകാരെ എല്ലാവരും കുറ്റപ്പെടുത്തുന്നു. കാരണം ഇവരുടെ വീട്ടിലാരെയും കൊന്നിട്ടില്ല പോയിട്ട്, ഷെമിയുടെ വീട്ടിലാരെയും കൊല്ലാൻ പോയിട്ടില്ല. റഹീമിന്റെ വീട്ടിലെ ആൾക്കാരെയാണ് കൊന്നിട്ടുള്ളൂ. അതും ഒരു പ്രശ്നമാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, ഇവരുടെയൊക്കെ മാനസിക നില ആ ഒരു സമയത്ത് ഏത് രീതിയിലായിരുന്നു നമുക്ക് അറിയാൻ കഴിയില്ല. അതും ഒരു പ്രശ്നമാണ്. എന്റെ ഒരു അഭിപ്രായത്തിൽ നമ്മുടെ ഒരു തക്കതായ ശിക്ഷ പ്രായം നോക്കാതെ തന്നെ മുൻപ് അഫാന് ക്രിമിനൽ പശ്ചാത്തലം ഇല്ല എന്നൊന്നും ഉള്ള ഒരു പരാമർശം കോടതിയിൽ നിന്നുണ്ടാകരുത്. ഒരു കൃത്യമായ മാതൃകാപരമായ ശിക്ഷ തന്നെ ഇക്കാര്യത്തിൽ അഫാന് കിട്ടണമെന്നുള്ളത് സമൂഹത്തിന്റെ കൂടി ആവശ്യമാണ്. കാരണം ഇനിയും ഇതുപോലെ ഒരു സംഭവം ഉണ്ടാകാതിരിക്കാൻ നമുക്കറിയാം
ഇതിനു മുൻപ് നടന്നിട്ടുള്ള പല കേസുകളിൽ കോടതിയിൽ നിന്നുണ്ടായിട്ടുള്ള പരാമർശമാണ് ഉത്രാവത കേസിൽ ഉത്രയെ കൊലപ്പെടുത്തിയ ഭർത്താവിന് കൊലക്കയറ് കിട്ടണമെന്നതായിരുന്നു കേരളത്തിന്റെ ആവശ്യം. പക്ഷേ കോടതിയിൽ നിന്നുണ്ടായ അന്നത്തെ ഒരു പരാമർശം പ്രധാനപ്പെട്ടതാണ്. അതായത് ഇയാൾക്ക് ക്രിമിനൽ പശ്ചാത്തലം ഇല്ല എന്നുള്ളതും ഇയാളുടെ പ്രായവും പരിഗണിച്ച് കൊലക്കയർ കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അതിൽ എന്ത് ന്യായമാണുള്ളത്? നമുക്ക് കോടതിയെ ഒരു പരിധിയിൽ കൂടുതൽ കവിഞ്ഞ് നമുക്ക് വിമർശിക്കാൻ കഴിയില്ല എങ്കിൽ, പക്ഷെ ഇത് തന്നെയാണ് ഗ്രീഷ്മയുടെ കേസിൽ പറഞ്ഞത്. അതുകൊണ്ട് എനിക്ക് എന്തായാലും കൊലക്കയറൊന്നും കിട്ടില്ല, പിന്നെ ഒരു 12 വർഷം അത് കഴിഞ്ഞിട്ട് ജീവിക്കാം. അഫാനും അത് തന്നെ ആയിരിക്കും കണക്ക് കൂട്ടിയിട്ടുണ്ടാകുക. എനിക്ക് 23 വയസ്സേ ഇപ്പോ ആയിട്ടുള്ളൂ. പ്രജിൻ അപ്പോൾ ഇത് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് ഒരു 30 വയസ്സിൽ, അല്ലെങ്കിൽ ഒരു 35 വയസ്സിൽ, 40 വയസ്സിൽ ഇറങ്ങിയാലും മതിയെന്നേ. പിന്നീടുള്ള സമയം ഞാൻ ജീവിച്ചോളാം. അത്തരത്തിലുള്ള ഈ ചിന്തകളും കൂടി ഈ കൂട്ടരുടെ മനസ്സിൽ ഉണ്ടാകുന്നു എന്നുള്ളത്. കോടതിയിൽ നിന്ന് എന്തായാലും തൂക്കുകയറ് കിട്ടില്ല. എന്തായാലും അവരെന്നെ കൊല്ലൊന്നുമില്ലല്ലോ. എത്ര ആളെ കൊന്നാലും എനിക്ക് തൂക്കുകയറൊന്നും കിട്ടാൻ പോകുന്നില്ല. പിന്നെ ബാക്കിയുള്ള കാര്യമല്ലേ അത്. ഞാൻ അതിനുശേഷം ഈ 10-12 കൊല്ലം കഴിയുമ്പോഴേക്കും എല്ലാവരും ഈ പറഞ്ഞ അച്ഛന്റെ വീട്ടുകാരെ ഇനിയിപ്പോ ആരും അങ്ങനെയൊന്നും ഇല്ല. പറയുന്ന റഹീം തിരിച്ചു വന്നാലും അയാൾക്ക് ഇനിയും 12 വർഷം കഴിയുമ്പോഴേക്കും പ്രായം കുറെ കഴിയും. പിന്നെ ഇവൻ തന്നെയാണ് രാജാവ്, വേറെ ആരും ഇല്ല. അപ്പൊ എല്ലാ സ്വത്തിനും അവകാശി അഫാൻ മാത്രമാണ്. അല്ല, അത്തരത്തിലൊരു നീക്കം ഉണ്ടാകില്ല. റഹീം ശക്തമായി തന്നെയാണ് നിലപാട് സ്വീകരിക്കുന്നത്. കാരണം ഈ കടങ്ങളൊക്കെ വീട്ടാൻ അദ്ദേഹം ആ വീട് വിൽക്കണം എന്നുള്ള തന്നെ തീരുമാനത്തിലാണ്. അപ്പോൾ ഇത്രയൊക്കെ ചെയ്തിട്ടും വീണ്ടും മകന്റെ കയ്യിലേക്ക് അതൊന്നും എത്താൻ അദ്ദേഹം അനുവദിക്കില്ല. അതിനു മുമ്പ് എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാകുമെന്നുള്ളതാണ്. പക്ഷെ അഫാനിൽ ഇത്തരം ചിന്തകൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് അന്വേഷിക്കേണ്ടത് തന്നെയാണ്. കാരണം എലിവിഷം ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന് വരുത്തി തീർക്കാൻ മിടുക്കനാണ്. കാര്യം പഠിച്ച കള്ളനാണ്. ഇതിനു മുൻപും ആത്മഹത്യാ ശ്രമം നടത്തിയിട്ട് മരിച്ചിട്ടില്ല. 2-3 തവണ അറ്റംപ്റ്റ് നടത്തിയിട്ടുള്ള ആളാണ്. അപ്പൊ ഈ ഗൂഗിളിൽ നോക്കുമ്പോൾ എത്ര പെർസെന്റേജ് അല്ലെങ്കിൽ എത്ര കഴിച്ചാലാണ് ഇത് വൈറ്റമിൻ കെ നിർവീര്യമാക്കിയിട്ട് രക്തം കട്ടപിടിക്കും. അപ്പോ അത് എത്ര കഴിച്ചാലാണ് ഈ ഒരു അവസ്ഥ ഉണ്ടാകുക എന്നുള്ളത് ഗൂഗിളിൽ ഉണ്ടായിരിക്കും. അതിൽ കുറവ് അളവേ ഇവൻ എടുക്കുന്നുള്ളൂ. അതാണ് ഇവന് മരണം സംഭവിക്കാത്തത്. അപ്പൊ ഇവൻ ഒറ്റൊന്നേ ഉദ്ദേശിച്ചുള്ളൂ, അവൻ എല്ലാവരെയും കൊന്ന് പാവം ആത്മഹത്യക്ക് ശ്രമിച്ചു. പക്ഷെ എന്തോ ആത്മഹത്യ നടന്നില്ല. സംഭവം അപ്പൊ ഒരു സഹതാപത്തിന്റെ തരംഗത്തിൽ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള ഒരു തോന്നൽ തന്നെയാണ് അഫാൻ ഇത് ചെയ്യുന്നത്. അത് തന്നെ ആയിരിക്കാം. ഈ ഷെമിയും ഒരു പരിധിയിൽ കൂടുതൽ കാര്യങ്ങൾ തുറന്നു പറയുന്നില്ല. ഈ കുറ്റപത്രം സമർപ്പിക്കുമ്പോഴും ഇനിയും പോലീസിന് മുന്നിൽ വെല്ലുവിളിയുണ്ട്. കാരണം ഇവർക്ക് പലിശയ്ക്ക് പണം കൊടുത്തിരുന്നവർ ആരാണ് എന്നതിനെ കുറിച്ച് ഷെമിയും അഫാനും ഒരക്ഷരം മിണ്ടുന്നില്ല. ഇനിയിപ്പോൾ അവര് ഈ പണം ചോദിച്ചു വരാനും സാധ്യതയില്ല. കേസ് ആയതുകൊണ്ട് അവരും വരില്ല. പക്ഷേ ഇത് കേസിൽ സാമ്പത്തിക കുറ്റകൃത്യം കൂടി പോലീസ് ഉൾപ്പെടുത്തിയ സ്ഥിതിക്ക് അതിൽ കൃത്യമായ തെളിവുകൾ കോടതിയിൽ സമർപ്പിക്കാൻ പോലീസിന് കഴിയണം. പക്ഷെ എന്റെ ഒരു സംശയം, ഇപ്പൊ ഉമ്മൂമ്മയെ കൊല്ലുന്നതിനും മറ്റേ ലത്തീഫിനെയും ഭാര്യയും കൊല്ലുന്നതിനും ഒക്കെ തന്നെ ഈ പണം കടം കൊടുത്തത് അവര് 50,000 രൂപയുടെ കാര്യം നമുക്ക് അറിയുന്നുണ്ട്. ബാക്കിയുള്ളവരുടെ കാര്യം എന്താ? നാട്ടുകാരിൽ നിന്ന് വാങ്ങിയവരുടെ കാര്യം എന്താ അഫാൻ പറയാത്തത്? ആരിൽ നിന്ന് വാങ്ങിയെന്ന് ഷെമിയും പറയുന്നില്ല. എന്താണ് ഈ ആൾക്കാരിൽ നിന്ന് വാങ്ങിയത് പറയാൻ എന്താ അത്ര മടി? എന്തിനാ? അപ്പൊ എന്തൊക്കെയോ ഇവര് മറയ്ക്കുന്നുണ്ട് ബോധപൂർവമായിട്ട്. അതാണ് കണ്ടുപിടി. എത്ര പേരിൽ നിന്നാണ് ഇവര് കടം വാങ്ങിയത്? അത് തന്നെയല്ല, ഈ അഫാനും ഷെമിയും മൊഴി കൊടുക്കുന്നതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ആദ്യം ഷെമി പറയുന്നു മകനല്ല എന്നെ ഉപദ്രവിച്ചത് എന്ന് പറയുന്നു. ഇത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതിനുശേഷം മകൻ പറയുന്നു ഇങ്ങനെ വീഡിയോ അഫ്സാനെ കൊണ്ട് അമ്മ യൂട്യൂബിൽ നോക്കിച്ചിരുന്നു എന്ന് പറയും. അതിനുശേഷമാണ് ഷെമി മൊഴി കൊടുക്കുന്നത്. മകനാണ് തന്നെ തലയ്ക്കടിച്ചത്, തന്നെ ആക്രമിച്ചത് എന്നൊക്കെ പറയുന്നു. ഇതിനുശേഷം ഇപ്പോൾ അഫാൻ കൊടുത്തിരിക്കുന്ന മൊഴി, അതായത് അമ്മ പറഞ്ഞിട്ടാണ് ഈ വീഡിയോ ഞങ്ങൾ ഒന്നിച്ചിരുന്ന് കണ്ടത് എന്നൊക്കെ. അപ്പോൾ ഈ മൊഴി കൊടുക്കുന്നതിൽ തന്നെ എന്തൊക്കെയോ പ്ലാൻ ചെയ്ത് ഉറപ്പിച്ച് പറയുന്നത് പോലെ ഒരു ഫീലാണ്. അപ്പൊ ഷെമി അറിയുന്നുണ്ട് അഫാൻ അറിയാൻ വഴിയില്ല. ഷെമിയുടെ അവസ്ഥ എന്താണെന്നുള്ളത് ജയിലിൽ കിടക്കുന്ന അഫാൻ അറിയാൻ വഴിയില്ല. പോലീസ് കസ്റ്റഡിയിലുള്ള അഫാൻ അറിയില്ല. പക്ഷെ അഫാൻ എന്ത് പറയുന്നു എന്നുള്ളത് ഷെമിക്ക് അറിയാൻ പറ്റും. അപ്പോ സമൂഹ മാധ്യമങ്ങളൊന്നും കണ്ടില്ലെങ്കിൽ പോലും ബന്ധുക്കളും നാട്ടുകാരും എല്ലാവരും തന്നെ ആ അഗതി മന്ദിരത്തിലെ ആൾക്കാരും ഇവരെല്ലാം ഇവരോട് സംസാരിക്കുന്നുണ്ട്. അപ്പൊ അഫാൻ ഇന്നതാണ് പറഞ്ഞത് എന്നുള്ളത് എന്തായാലും അവർ അറിയുന്നുണ്ട്.
അതിനനുസരിച്ചിട്ടുള്ള ഒരു മറുപടിയാണ് ഇപ്പൊ ഷെമി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അഫാൻ എന്താണോ പറഞ്ഞത് അതിനെ അപ്പോഴും ഇതിൽ പ്രധാനപ്പെട്ട പോലീസിന് വേണ്ട പലിശക്കാരുടെ കാര്യം ഇവർ രണ്ടുപേരും പറയുന്നില്ല. അപ്പോൾ എന്തൊക്കെയോ ഒരു ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ് ആ കേസിൽ. എന്തായാലും അഫാനെ സമ്മതിക്കണം, പഠിച്ച കള്ളനാണ്, കൂട്ടക്കൊല നടത്തിയിട്ട് ഞാൻ ആത്മഹത്യ ചെയ്തു എന്നുള്ള ഒരു സഹതാപം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നീക്കം ശക്തമായി അഫാനിൽ നിന്നുണ്ടായിട്ടുണ്ട്. ആന്തരികാവയവങ്ങൾക്കൊന്നും ഒരു കേടുപാടുകളും ഇല്ല. അപ്പോൾ ഇതിനു മുൻപും അഫാൻ നടത്തിയിട്ടുള്ളത് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ. പിന്നെയും കുറച്ചു ദിവസം ആശുപത്രി കടന്നിട്ടുണ്ട്. അവന് കുറച്ചൊക്കെ പരിക്ക് പറ്റിയിട്ടുണ്ട്. ആന്തരികാവയവങ്ങൾക്ക് കിടന്നും വന്നില്ല, പക്ഷെ എങ്കിലും അതിന് കുറച്ചൊക്കെ പ്രശ്നങ്ങൾ. അന്ന് ബൈക്കും ഫോണും ഒക്കെ മേടിച്ചു കൊടുക്കാത്തതാണ്. പക്ഷെ ഇന്ന് അതല്ല. ഇന്ന് 5 പേരെ കൊലപ്പെടുത്തിയിട്ട് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുന്ന ഒരാള് ഒന്നെങ്കിൽ ചുറ്റിക കയ്യിലുണ്ടായിരുന്നല്ലോ, അത് പക്ഷെ തലയ്ക്ക് തിരിച്ചടിച്ചാ പോലെ, അല്ലെങ്കിൽ മറ്റേ ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണല്ലോ മറ്റേ സ്വയം കഴുത്തറുത്ത് മരിക്കുക. അപ്പോൾ അതൊന്നും ചെയ്യാതെ അവന് മരിക്കാനുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. അപ്പൊ ചാകാൻ പേടിയുണ്ട് സാറേ, അതാണ് കാര്യം. ഈ ഉമ്മ ചത്തില്ല സാറേ എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഇതും. ചാകാൻ പേടിയാണ് സാർ. എന്തായാലും കൊല്ലാൻ പേടിയില്ല, ചാകാൻ പേടിയാണ്. അപ്പോ വെഞ്ഞാറമൂട്ടില് കൃത്യമായ അന്വേഷണം, അതിന്റെ എല്ലാ വശങ്ങളിലെയും അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ച് മാതൃകാപരമായ ശിക്ഷ തന്നെ അഫാന് കിട്ടണം എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. കാരണം ഇതൊക്കെ ഇനിയും ഇതുപോലെയുള്ള ഓരോന്ന് ചെയ്തു കൂട്ടണമെന്ന് ചിന്തിക്കുന്നവർക്ക് ചെയ്യാനൊരു പേടി വരണം. ഇനി ഒരിക്കലും ഇതൊന്നും ഉണ്ട്. നമ്മൾ എല്ലാ പ്രാവശ്യം പറയുന്ന പോലെ ഇനി ഒരു അഫാൻ ഉണ്ടാകാതിരിക്കട്ടെ, ഇനി ഒരു പ്രജന ഉണ്ടാകാതിരിക്കട്ടെ, ആ പറയുന്ന പോലെ എല്ലാം ഒരിക്കലെങ്കിലും മാതൃകാപരമായിട്ടൊരു ശിക്ഷ ആർക്കെങ്കിലും കിട്ടുക തന്നെ വേണം. കാരണം ഇത് 5 പേരുടെ ജീവൻ ആണ് എടുത്തിട്ടുള്ളത്. അതില് പിന്നെ 23 വയസ്സായിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അർത്ഥമില്ല. അപ്പൊ ഇവൻ ഒരു 32 വയസ്സിൽ എന്തായിരിക്കും ചെയ്യുന്നത്? 23 വയസ്സായ കുട്ടിക്ക് 5 പേരെ നിഷ്കരണം ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊല്ലാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ, അതും സ്വന്തം കാമുകയും സ്വന്തം അനുജനെയും ഉൾപ്പെടെ, സ്വന്തം ഉമ്മയെയും അവൻ അതുപോലെ തലക്കടിച്ചതാണ്. അപ്പോൾ ഇവൻ വീണ്ടും ഇപ്പൊ പുറത്തിറങ്ങി 12 കൊല്ലം കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇവന്റെ മനസ്സിൽ വൈരാഗ്യവും ദേഷ്യവും കൂടിയിട്ടേ ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് ഇപ്പൊ ജയിലിൽ ചെന്നതുകൊണ്ട് അവൻ ഇറങ്ങുമ്പോൾ പോലും റഹീമിനും ഷെമിക്കും തന്നെ അവർക്ക് വീണ്ടും ഭീഷണിയാണ്. കാരണം ഈ ദേഷ്യം കൊണ്ടാണ് ഇവൻ പുറത്തിറങ്ങുന്നത്. 12 വർഷം അവന് ജയിലിൽ കിടക്കേണ്ടി വന്നു, അല്ലെങ്കിൽ എത്ര വർഷമാണെങ്കിൽ അത്ര വർഷം അവൻ ജയിലിൽ കിടക്കേണ്ടി വന്നു. അപ്പൊ വീണ്ടും അവൻ മാനസാന്തരപ്പെട്ടിട്ട് തിരിച്ചു വരുമെന്നൊന്നും ചിന്തിക്കുന്നതിലെ ഒരർത്ഥവുമില്ല. അപ്പൊ 23 വയസ്സിൽ ഇത്രയും ക്രൂരത ചെയ്തവൻ എന്തായിരിക്കും ഇനി ഒരു 12 കൊല്ലം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനേക്കാൾ വലിയ രീതിയിലുള്ള. കാരണം അവന് ജയിലിലുള്ള പേടിയും തീർന്നു. ഇപ്പൊ സാധാരണക്കാർക്കൊക്കെ ജയിലെ പോലീസ് എന്നുള്ളതിനെ കുറിച്ച് ആൾക്കാർക്ക് പേടിയില്ല, കാരണം നല്ല ഭക്ഷണമാണ്. അല്ല, സാധാരണഗതിയിൽ ഇപ്പൊ പോലീസ് പിടിച്ചുകൊണ്ട് പോവാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പേടിയുണ്ട്. പക്ഷെ അഫാനെ ഒന്നും ശാരീരികമായിട്ടൊന്നും ബുദ്ധിമുട്ടിപ്പിക്കാൻ പാടില്ല. കാരണം ഈ പറഞ്ഞ മീഡിയകളും ഇതെല്ലാം വട്ടം ചുറ്റി നിൽക്കുകയാണ്. അപ്പൊ എന്തെങ്കിലും ഒന്ന് കൈ ഉയർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അഫാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് പോലീസുകാർക്ക് പ്രശ്നമാകും എന്നുള്ളത് കാരണം അവരൊന്നും ചെയ്യില്ല. വളരെ മാന്യമായേ പെരുമാറുള്ളൂ. പൊറോട്ടയും മീനും എല്ലാം വാങ്ങിച്ചു കൊടുത്തേ പറ്റുള്ളൂ. കാരണം അതല്ലെങ്കിൽ ഇവൻ കോടതി കയറി പറയും, അല്ലെങ്കിൽ ഏതെങ്കിലും മീഡിയ പറയും ഇവനെ ക്രൂരമായി പീഡിപ്പിക്കുന്നു. അപ്പൊ ഈ പറയുന്ന നമ്മൾ ഉൾപ്പെടെയുള്ളവർ പോലീസിനെതിരെ തിരിഞ്ഞ് അഫാനങ്ങൾ തെറ്റുപറ്റി പാവം എന്ന് പറയാൻ മീഡിയയ്ക്കൊന്നും നമുക്ക് ആർക്കും തന്നെ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോ അഫാൻ അറിയാം ഇതൊക്കെ തന്നെയാണ് സംഭവിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇനി ഈ 23 വയസ്സേ ആയുള്ളൂ എന്നുള്ളൊരു ഔദാര്യം കൊടുക്കരുത്. ശക്തമായ നടപടി ഉണ്ടാകണം. നമുക്ക് കൂടുതൽ ചർച്ചകളുമായി കാണാം. നമസ്കാരം.